നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന എംപിമാരായ കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. മത്സരിക്കാൻ ഇരുവർക്കും ദേശീയ നേതൃത്വം ഇളവനുവദിച്ചേക്കും. വാർത്താ സമ്മേളനം നടത്തരുത് എന്ന ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന കെ സുധാകരൻ അംഗീകരിച്ചു. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്ന തീരുമാനം എന്താണ്? കെ സുധാകരനും ഒപ്പം അടൂർ പ്രകാശിനും ഇളവ് നൽകി മത്സരിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്കാകുമോ എത്തുക? ബൽറാം, ഉന്മേഷ്, നിലവിൽ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി നീണ്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നുള്ളത് എംപിമാർ മത്സരിക്കാനായി തയ്യാറായി മത്സരിക്കും എന്ന പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തിയത് തന്നെയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് കെ സുധാകരൻ കൂടാതെ അടൂർ പ്രകാശ് എന്നീ രണ്ട് എംപിമാർ, മുതിർന്ന നേതാക്കൾ തങ്ങൾ മത്സരിക്കാൻ തയ്യാറാണ്, മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തന്നെ KPCC അധ്യക്ഷൻ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് സ്വീകരിച്ചിരിക്കുന്ന പൊതു തത്വം എന്നുള്ള AICCയുടെ നിർദ്ദേശപ്രകാരമുള്ള സന്ദേശം എല്ലാ എംപിമാരെയും അറിയിച്ചിരുന്നു. അത് കെ സുധാകരനെയും അടൂർ പ്രകാശ് അടക്കമുള്ളവരെ അറിയിച്ചിരുന്നു. എന്നാൽ അതോടുകൂടി കെ സുധാകരൻ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഇന്നലെ രാവിലെ മുതലുണ്ട്. നേതാക്കൾ ആരുമായും അങ്ങോട്ട് പോയി അദ്ദേഹം സന്ദർശിച്ചിട്ടില്ല. എന്നാൽ പല നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടിരുന്നു, സമവായത്തിനായുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അതിനിടെയാണ് നിർണായകമായ ഒരു നീക്കവും ഈ ഇരു നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായത്. മത്സരിക്കാൻ ആവശ്യമായ പ്രാഥമിക രേഖകൾ അത് മറ്റ് കേരള ഹൗസിൽ നിന്നും പാർലമെന്റിൽ നിന്നും മറ്റും ഉള്ള നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ രണ്ട് നേതാക്കളും ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്, അത് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇത് ഒരു ഘട്ടമുണ്ടായാൽ കടുത്ത നടപടിയിലേക്ക് തന്നെ നീങ്ങാൻ ഇരു നേതാക്കളും തയ്യാറായിരുന്നു. അല്ലെങ്കിൽ പാർട്ടിയുടെ അംഗീകാരത്തോടെയോ അല്ലാതെയോ മത്സരിക്കാൻ ഇരുവരും തയ്യാറെടുക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഈ നിലപാടിൽ ഉറച്ച കെ സുധാകരൻ ഇന്നലെ രാത്രിയാണ് ഇന്ന് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചത്. അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയും MK രാഘവൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ഇതിന് ശേഷം പിന്നീട് പലതരത്തിലുള്ള ആശയവിനിമയം കെ സുധാകരനുമായും അടൂർ പ്രകാശുമായും നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാകുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനം അത് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കണം എന്നുള്ള ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന കെ സുധാകരൻ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഹൈക്കമാൻഡിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ രണ്ട് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാളാണ്. കൂടാതെ ആ സംസ്ഥാനത്തെ കണ്ണൂർ ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് വലിയ തോതിൽ സ്വാധീനമുണ്ട്. അദ്ദേഹം മത്സരിക്കുകയാണ് കണ്ണൂർ സീറ്റിൽ എങ്കിൽ അത് ജില്ലയിലെ മറ്റ് സീറ്റുകളിൽ പോലും കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കും. കൂടാതെ ഈ കണ്ണൂർ മണ്ഡലം അത് കഴിഞ്ഞ 2 തവണയും പാർട്ടിക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. മുൻപ് സുധാകരൻ വിജയിച്ച മണ്ഡലമാണ്. സമാനമായി തന്നെ കോന്നി മണ്ഡലമാണ് അടൂർ പ്രകാശ് മത്സരിക്കാൻ താല്പര്യമറിയിച്ചത്. പത്തനംതിട്ടയിലെ ഒരു മണ്ഡലം പോലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കോന്നിയിലും അടൂർ പ്രകാശ് വിജയിച്ച ഒരു മണ്ഡലം, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സന്നദ്ധത അറിയിച്ചതിലൂടെ താൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് അടൂർ പ്രകാശും ആവർത്തിച്ചത് നേതൃത്വത്തിന്റെ. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ വരെ ഈ നേതാക്കൾ ഒരുങ്ങുന്നു എന്നുള്ള സാഹചര്യം തന്നെയാണ് കാര്യങ്ങൾ വീണ്ടും ഇവർക്ക് അനുകൂലമായ തരത്തിലേക്ക് ചിന്തിക്കാൻ നേതാക്കളെ വഴിയൊരുക്കിയത്. ഏതായാലും ആ പട്ടിക നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കെ സുധാകരനും ഒപ്പം അടൂർ പ്രകാശിനും ഇളവുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.